ഹലോ ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഈസി അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നിങ്ങൾ എല്ലാവരും തന്നെ ഇനി വരാൻ വേണ്ടി പോകുന്ന CGL എക്സാമിനേഷൻസിന് വേണ്ടിയിട്ടൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവരായിരിക്കാം, അല്ലെങ്കിൽ അതൊക്കെ കാത്തിരിക്കുന്നവരായിരിക്കും അല്ലേ. അപ്പോൾ നിങ്ങളെല്ലാവരും കരുതുന്നത് പോലെ തന്നെ ഇതുവരെ ഈ പറയുന്ന CGL ആയിട്ട് ബന്ധപ്പെട്ട മറ്റൊരു തരത്തിലുള്ള നോട്ടിഫിക്കേഷൻസോ മറ്റു കാര്യങ്ങളോ തന്നെ SSCയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. നിങ്ങൾ ആ ഒരു കലണ്ടർ എടുത്ത് നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ട് ഈ പറയുന്ന നമ്മുടെ CGLന്റെ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് സെലക്ഷൻ പോസ്റ്റ് കഴിഞ്ഞ ശേഷം CGL നോട്ടിഫിക്കേഷൻ വരേണ്ടതാണ്. അതിനുശേഷമാണ് ഈ പറയുന്ന സ്റ്റെനോഗ്രാഫർ വരേണ്ടത്, അതിനുശേഷമാണ് ഹിന്ദി ട്രാൻസ്ലേറ്റ് വരേണ്ടതായിട്ടിരുന്നത്. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യം കൊണ്ട് എടുത്തു നോക്കുകയാണെങ്കിൽ സെലക്ഷൻ പോസ്റ്റിന്റെ നോട്ടിഫിക്കേഷൻ ഓൾറെഡി വന്നു കഴിഞ്ഞു. സ്റ്റെനോഗ്രാഫറിന്റെ അവരെന്ത് ചെയ്തു, നോട്ടിഫിക്കേഷൻ ഇപ്പോഴെന്ത് ചെയ്യുന്നു, വന്നിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ തന്നെ കമ്പൈൻഡ് ഹിന്ദി ട്രാൻസ്ലേറ്റർ എക്സാമിനേഷൻ എന്ത് ചെയ്തിരുന്നു, അതും വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അല്ലെ. ഇനി വരാനിരിക്കുന്നത് ആരാണ്, അത് ഈ പറയുന്ന CGL ആണ് എന്നുള്ളതാണ് അല്ലെ. ഓക്കെ, അപ്പൊ അതോടെ ബന്ധപ്പെട്ട് ഈ പറയുന്ന ഉദ്യോഗാർത്ഥികൾ പൊതുവെ സംശയം എന്ന് പറഞ്ഞാൽ ഇനി എന്നായിരിക്കും എക്സാം ഡേറ്റ് ഉണ്ടാവുക എന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ പ്രധാന ഒരു അപ്രോക്സിമേഷൻ മാത്രമാണ് ഇപ്പോൾ എന്ത് ചെയ്യുന്നത് പറയുന്നത് എന്നുള്ളതാണ്. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ പറയുന്ന സ്റ്റെനോഗ്രാഫർ അല്ലെ, ഈ പറയുന്ന ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്ന ഈ പറയുന്ന സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് C ആൻഡ് D എക്സാമിനേഷൻ എന്ന് പറയുന്നത് അവര് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലായിട്ടാണ് എന്ത് ചെയ്യുന്നത് നടത്താൻ വേണ്ടിയിട്ടിരിക്കുന്നത്. അതേപോലെ തന്നെ സെലക്ഷൻ പോസ്റ്റിന്റെ എക്സാം ജൂണിലും കമ്പൈൻഡ് ഹിന്ദി ട്രാൻസ്ലേറ്ററിന്റെ എക്സാമിനേഷൻ എന്ന് പറയുന്നത് ഓഗസ്റ്റ് സെപ്റ്റംബറിലായിട്ടാണ് എന്ത് ചെയ്യുന്നത് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ അതങ്ങോട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ ഓക്കെ, ഇത് നോക്കണ്ട, അല്ലാതെ എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ പറയുന്ന രീതിയിൽ സെലക്ഷൻ പോസ്റ്റ് എന്ന് പറയുന്നത് ഈ പറയുന്ന ജൂൺ മാസങ്ങളിലും അതേപോലെ തന്നെ ഈ പറയുന്ന സ്റ്റെനോഗ്രാഫർ അല്ലെ, സ്റ്റെനോഗ്രാഫറിന്റെ എക്സാം എന്ന് പറയുന്നത് എന്താണ് ഒരു ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലാട്ടല്ലേ, ഈ പറയുന്ന ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലുമായിട്ടാണ് എന്ത് ചെയ്യുന്നത് നടത്താൻ വേണ്ടിയിരിക്കുന്നത്. ഹിന്ദി ട്രാൻസ്ലേറ്ററിന്റെ എക്സാം എന്ന് പറയുന്നത് ഓക്കെ, ഹിന്ദി ട്രാൻസ്ലേറ്റർ എക്സാം എന്ന് പറയുന്നത് അത് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലായിട്ടാണ് നടത്താൻ വേണ്ടിയിരിക്കുന്നത്. ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലായിട്ടാണ് എന്ത് ചെയ്യുന്നത് നടത്താൻ വേണ്ടിയിരിക്കുന്നത്. മുൻ വർഷങ്ങളിലെ, അതായത് ഈ പറയുന്ന പ്രീവിയസ് വർഷങ്ങളിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ അത് ഈ പറയുന്ന സെപ്റ്റംബർ മാസങ്ങളിലായിരുന്നു CGL എന്ത് ചെയ്യുന്നത് എക്സാമിനേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ് അല്ലെ. അപ്പം നിങ്ങൾ ഇത് കൺസിഡർ ചെയ്യുക. കാരണം ഈ പറയുന്ന രീതിയിൽ ഇനി അടുത്ത മാസം എന്തായാലും ഈ ഒരു ഏപ്രിൽ മാസം തീരാറായി, ഇനി ഒരു മെയ് മാസത്തോട് കൂടി തന്നെയാണ് എന്ത് ചെയ്യുന്നത്, മെയ് മാസം ആദ്യ ഒരു ആഴ്ച ഫസ്റ്റ് വീക്കോട് കൂടി തന്നെ നമ്മുടെ CGL നോട്ടിഫിക്കേഷൻ വന്നു എന്ന് കരുതുക. അങ്ങനെയെങ്കിൽ ജൂൺ മാസത്തിൽ എന്ത് തന്നെയായാലും ഈ പറയുന്ന എക്സാമിനേഷൻ നടത്താൻ എന്ത് ചെയ്യുന്നില്ല, ചാൻസ് കുറവാണെന്നുള്ളതാണ്. കാരണം ഇപ്പോൾ ഒരു മാസത്തിന്റെ ഇടയ്ക്ക് വെച്ച് എന്തായാലും പരീക്ഷ നടത്തത്തില്ല ആണേ അല്ലേ. ഓക്കെ, ഒരു മാസത്തിന്റെ ഗ്യാപ്പ് വന്ന് എന്തായാലും പരീക്ഷ നടത്താനുള്ള സാധ്യത വളരെ കുറവാണ്. നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. ഞാൻ സാധ്യത വളരെ കുറവാണെന്ന് മാത്രമേ പറയാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. കാരണം പല വീഡിയോയിലായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ജൂൺ മാസങ്ങളിൽ എക്സാം കാണുമെന്നുള്ളത്. പക്ഷെ ജൂൺ മാസങ്ങളിൽ എക്സാം കാണാൻ വളരെ സാധ്യത കുറവാണെന്നുള്ളതാണ് പറയുന്നത്. കാരണം മെയ് മാസങ്ങളിൽ ഈ പറയുന്ന ഏപ്രിൽ മാസം എന്തായാലും കഴിയാറായി, എന്തായാലും ഏപ്രിൽ മാസം എന്തായാലും നോട്ടിഫിക്കേഷൻ വരാൻ വളരെ സാധ്യത കുറവാണ്. മെയ് മാസങ്ങളിലാണ് എക്സാമിനേഷൻ നടത്താൻ വേണ്ടി സാധ്യത. അങ്ങനെ മെയ് മാസങ്ങളിൽ വന്നു കഴിഞ്ഞാൽ എന്താണ് ഈ പറയുന്ന രീതിയിൽ ജൂൺ മാസങ്ങളിൽ എന്തായാലും എക്സാമിനേഷൻ നടത്തത്തില്ല. ജൂൺ മാസം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും സെലക്ഷൻ പോസ്റ്റിന്റെ എക്സാമിനേഷൻ നടത്തുന്ന സമയമാണെന്നുള്ളതാണ്. ആണല്ലോ, സെലക്ഷൻ പോസ്റ്റ് വളരെ കുറച്ച് ദിവസങ്ങൾ എത്തിയിട്ടുള്ളൂ, പരീക്ഷകൾ കാണത്തുള്ളൂ. കാരണം ഈ പറയുന്ന സെലക്ഷൻ പോസ്റ്റ് സ്റ്റെനോഗ്രാഫർ ഹിന്ദി ട്രാൻസ്ലേറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും കുറവ് ആളുകൾ എഴുതുന്നത് സെലക്ഷൻ പോസ്റ്റിന്റെയാണ്. സ്റ്റെനോഗ്രാഫർ നോക്കുകയാണെങ്കിൽ സ്റ്റെനോഗ്രാഫർ അത്യാവശ്യം ആളുകളൊക്കെ എന്ത് ചെയ്യും എഴുതി. ഇപ്പം ഇന്ത്യയിൽ അത്യാവശ്യം ആളുകൾ എന്ത് ചെയ്യും സ്റ്റെനോഗ്രാഫറിന്റെ എക്സാമിനേഷൻ എഴുതുക എന്നുള്ളതാണ്. അതിന്റെ എക്സാമിനേഷൻ നടത്താൻ വേണ്ടിയിരിക്കുന്നത് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലായിട്ടാണ്. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന രീതിയിൽ ജൂലൈ മാസങ്ങളിൽ എന്ത് ചെയ്യും, ചിലപ്പം ഇപ്പം ആദ്യം തന്നെ കൊണ്ടുവന്ന് എന്ത് നടത്താൻ സാധ്യതയുണ്ട്, സ്റ്റെനോഗ്രാഫറിന്റെ എക്സാമിനേഷൻ നടത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, സാധ്യതയുണ്ട് എന്നുള്ളതാണ് അല്ലെ. ഞാൻ ഹിന്ദി ട്രാൻസ്ലേറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ അത് ഈ പറഞ്ഞ രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഓഗസ്റ്റ് മാസം എടുത്ത് നോക്കി കഴിഞ്ഞാൽ തന്നെ ഈ പറഞ്ഞ രീതിയിൽ ജൂലൈ മാസം സ്റ്റെനോഗ്രാഫർ കഴിയാം, അത് കഴിഞ്ഞിട്ട് ഓഗസ്റ്റ് മാസം എന്തും കഴിയാൻ വേണ്ടി പറ്റും, ഈ പറഞ്ഞ രീതിയിൽ ഹിന്ദി ട്രാൻസ്ലേറ്ററും കഴിയാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളതാണ്. എന്ത് തന്നെയായാലും ഒരു CGL എക്സാമിനേഷൻ അത് ഏകദേശം 10-15 ദിവസമെങ്കിലും എന്ത് ചെയ്യുക, അത് നീണ്ടു നിൽക്കുന്നുള്ളതാണ്. അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ മെയ് മാസത്തിൽ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ മാസം അല്ലെ, ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ മാസം നമുക്ക് എന്ത് പ്രതീക്ഷിക്കാൻ വേണ്ടി പറ്റും, ഈ പറയുന്ന പരീക്ഷ നമുക്ക് പ്രതീക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഏറ്റവും മാക്സിമം ഈ പറയുന്ന രീതി സെപ്റ്റംബർ മാസമാണ്. സെപ്റ്റംബർ മാസം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പറയുന്ന രീതിയിൽ പരീക്ഷ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏകദേശ രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, പ്രതീക്ഷിക്കാൻ വേണ്ടിയിട്ട് പറ്റും എന്നുള്ളതാണ്. ഓക്കെ, ഓഗസ്റ്റ് ഒരുപാട് സ്ട്രെസ് ചെയ്ത് പറയാത്ത എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ രീതിയിൽ ഓഗസ്റ്റ് മാസങ്ങളിലായിട്ട് എന്ത് നടത്താൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഓഗസ്റ്റ് മാസങ്ങളായിട്ട് സ്റ്റെനോഗ്രാഫറിന്റെ ഹിന്ദിയുടെ ഒക്കെ കിടക്കുന്നതുകൊണ്ടാണ് ഓഗസ്റ്റ് ആണ് സ്ട്രെസ് ചെയ്ത് പറയാത്തത്. എന്നിരുന്നാലും നിങ്ങൾ ഈ പറയുന്ന ഓഗസ്റ്റ് മാസത്തിന് മുമ്പായിട്ട് പരീക്ഷ നടക്കുന്ന രീതിയിൽ പഠിച്ചു തുടങ്ങുക. ഓക്കെ,
ആ സമയത്ത് എന്ത് ചെയ്യുക, ആ ഒരു ഐഡിയ മൈൻഡ് വെച്ച് പഠിച്ചുകൊണ്ട് തുടങ്ങുക. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ സെപ്റ്റംബർ മാസങ്ങളിൽ എക്സാം വന്നാലും നിങ്ങൾക്ക് ഏറെക്കുറെ അല്ല ഈ പറയുന്ന ഭാഗങ്ങളെല്ലാം തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഈ പറയാൻ പഠിച്ചു മാറാനും അതേപോലെ തന്നെ നിങ്ങൾക്ക് ഒരു അഡ്വാൻസ് കുറച്ച് ടൈം കിട്ടുന്നതായിട്ടുള്ള ഒരു പ്രതീതി നിങ്ങൾക്ക് ഉണ്ടാവുക. അതേപോലെ കുറച്ച് കാര്യങ്ങൾ റിവിഷൻ ചെയ്യാനും എന്ത് ചെയ്യാൻ പറ്റും, കൂടുതൽ കാര്യങ്ങൾ വായിച്ചു നോക്കാനും സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ മാസം കൂടിപ്പോയ സെപ്റ്റംബർ മാസം ആയിരിക്കും എന്ത് ചെയ്യുന്നത്, എക്സാമിനേഷൻ വരാൻ വേണ്ടിയിട്ട് സാധ്യതയുള്ളത് എന്നുള്ളതാണ്. ഓക്കെ അല്ലെ? കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ പറയുന്ന ഈ എക്സാമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഈ പറയുന്ന രീതിയിൽ ചെറിയ മാറ്റങ്ങളോ എന്തെങ്കിലും വന്നു കഴിഞ്ഞിട്ട് നീളാൻ സാധ്യത കാണും അല്ലെ? പിന്നെ മറ്റു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതാണ് പ്രധാനമായിട്ടും സെക്ഷണൽ ടൈമിംഗ് എന്ന് പറയുന്നത്. സെക്ഷണൽ ടൈമിംഗ് എന്ന് പറയുന്നത് ഇപ്പോൾ വന്നിട്ടുണ്ടായിരുന്ന ഏറെക്കുറെ എല്ലാ എക്സാമിനേഷൻസിനും കാണാൻ വേണ്ടിയിട്ട് പറ്റുമെന്നുള്ളതാണ്. തൊടുമുമ്പത്തെ പറയും CPOയുടെ എക്സാമിനേഷൻ എടുത്ത് നോക്കിയാൽ, അതായത് മുൻവർഷം കഴിഞ്ഞിട്ടുണ്ടായ CPOയുടെ എക്സാമിനേഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അതേപോലെ തന്നെ ഇപ്പോൾ വന്നിട്ട് സെലക്ഷൻ പോസ്റ്റിന്റെ എക്സാമിനേഷൻസും മറ്റ് നോട്ടിഫിക്കേഷൻസും എടുത്ത് നോക്കിയാൽ തന്നെ ഈ പറയുന്ന രീതി സെക്ഷണൽ ടൈമിംഗ് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. സെക്ഷണൽ ടൈം അതായത് ഓരോ സെക്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്, ടൈമിംഗ് ഉണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ ജനറൽ ഇന്റലിജൻസ് ആയിക്കോട്ടെ, അവയർനെസ് ആയിക്കോട്ടെ, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആയിക്കോട്ടെ, ഇംഗ്ലീഷ് ആയിക്കോട്ടെ, എല്ലാം സെക്ഷണൽ ടൈമിംഗ് ഉണ്ട്. അപ്പൊ അത് കണക്കിലാക്കിക്കൊണ്ട് പഠിക്കുക എന്നുള്ളതാണ് ഈ ഒരു ഉദ്യോഗത്തെ സംബന്ധിച്ചോളം വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യം എന്ന് പറയുന്നത്. കാരണം ഒരു വളരെ മിനിമം ആയിട്ടുള്ള സമയത്തിനുള്ളിൽ എന്ത് ചെയ്യുക, കൂടുതൽ ചോദ്യങ്ങൾ ചെയ്ത് മാറുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ സ്കിപ്പ് ചെയ്യേണ്ട ചോദ്യങ്ങൾ സ്കിപ്പ് ചെയ്യുക തന്നെ ചെയ്യണം അല്ലെ? അതായത് ഈ പറയുന്ന മാർക്ക് ഏറ്റവും കരസ്ഥമാക്കാൻ പറ്റുന്ന മേഖലകൾ അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും മിസ് ആവാൻ പാടില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ ഇതിൽ ആ ചോദ്യങ്ങൾ സ്കിപ്പ് ചെയ്യാനും പഠിക്കണം എന്നുള്ളതാണ്. അതായത് എല്ലാം സ്കിപ്പ് ചെയ്യണം എന്നുള്ളതല്ല, നിങ്ങൾക്ക് സമയം ഒരുപാട് എടുക്കുന്നുണ്ട് എന്ന് തോന്നുന്ന എന്താണ് ചോദ്യങ്ങൾക്ക് എന്ത് ചെയ്യുക, സ്കിപ്പ് ചെയ്യുക. എളുപ്പ ഉത്തരം കഴിയാൻ വേണ്ടി പറ്റുന്ന ചോദ്യങ്ങൾ എന്ത് ചെയ്യുക, പെട്ടെന്ന് അത് എന്ത് ചെയ്യുക, ചെയ്ത് മാറുക എന്നുള്ളതിന് ശേഷം സമയം കിട്ടുവാണെങ്കിൽ എന്ത് ചെയ്യുക, ആ മറ്റേ ചോദ്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ സമയം കൺസ്യൂം ചെയ്യുക, ഇപ്പോൾ സമയം വളരെ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാനും അതേപോലെ തന്നെ കൂടുതൽ ചോദ്യങ്ങൾ സ്കോർ ചെയ്യാനും എന്ത് ചെയ്യും, സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ അത് പ്രധാനമായിട്ട് ഈ പറയുന്ന രീതിയിൽ ചെയ്ത് പഠിച്ചാൽ മാത്രമേ കിട്ടുകയുള്ളൂ എന്നുള്ളതാണ്. ഈ പ്രധാനമായിട്ടും മോക്ക് ടെസ്റ്റുകൾ പഠിക്കുന്നതോടൊപ്പം തന്നെ മോക്ക് ടെസ്റ്റുകളും അതേപോലെ തന്നെ പ്രീവിയസ് ഇയർ ചോദ്യങ്ങളൊക്കെ തന്നെ എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്ത് മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ്. ഓക്കെ, സെറ്റാണല്ലോ? സെറ്റല്ലേ? ഇനി ഈ പറയുന്ന ഇതിൽ അടിസ്ഥാനമില്ലാതെ പഠിച്ചു തുടങ്ങുന്നവരാണ് നിങ്ങൾ, അല്ലെങ്കിൽ ഈ പറയുന്ന SSCയിലേക്ക് ആദ്യമായിട്ട് കടന്നു വരുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് പറയുന്ന SSCയോട് ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയില്ല, അല്ലെങ്കിൽ പറയുന്ന SSCയോട് ബന്ധപ്പെട്ട സിലബസും മറ്റു കാര്യങ്ങൾ വ്യക്തമായിട്ട് ഒരു അവബോധമില്ല എന്നൊക്കെ എന്താണ് വിചാരിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രധാനമായിട്ട് സെക്രട്ടറി SSCക്ക് ഒരു ഫൗണ്ടേഷൻ ബാച്ച് നമ്മുടെ ഈ പറഞ്ഞ ASB അക്കാഡമിയിൽ തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് സ്റ്റഡി പ്ലാൻ അനുസരിച്ച് ലൈവ് ക്ലാസ്സുകൾ, റെക്കോർഡ് ക്ലാസ്സുകൾ തന്നിട്ട് എന്ത് ചെയ്യും, ഡെയിലി മോക്ക് ടെസ്റ്റ് നടത്തിയിട്ടാണ് എന്ത് ചെയ്യും നമ്മൾ പോകുന്നത് എന്നുള്ളതാണ്. ഇതിന്റെ ഭാഗമായിട്ട് എനിക്ക് പറഞ്ഞ രീതിയിൽ ക്ലാസ്സുകളും അതേപോലെ തന്നെ ഈ പറഞ്ഞ മെന്റർഷിപ്പ് സപ്പോർട്ടും എല്ലാം അതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യും ലഭിക്കും എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പറഞ്ഞ രീതിയിൽ ഒരു ഫൗണ്ടേഷൻ ഇല്ലാത്ത ഒരാളാണ് ഇപ്പോൾ SSCയിലേക്ക് ആദ്യം കടത്തൊരു ഉദ്യോഗത്തെ സംബന്ധിച്ച് പ്രധാനമായിട്ടും ഡെവലപ്പ് എടുക്കേണ്ട സാധനം എന്ന് പറയുന്നത് ഫൗണ്ടേഷൻ തന്നെയാണ് അല്ലെ? അപ്പോൾ ഈ പറയുന്ന ഫൗണ്ടേഷൻ ബാച്ചിന്റെ ഭാഗമായിട്ട് എന്ത് ജോയിൻ ചെയ്ത് കൂടുതൽ കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റി പഠിച്ച് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നുള്ളതാണ്. കോഴ്സായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയണോ താല്പര്യമുള്ളവരാണെങ്കിൽ നമ്മൾ തൊട്ട് താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്, എന്ത് ചെയ്യുക, നമ്പർ വിളിച്ച് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നത് അത് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പം നിങ്ങളെല്ലാം തന്നെ നിങ്ങൾ പ്രിപ്പറേഷൻസ് ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ എന്ത് പറ്റും, ഒരുപാട് പോർഷൻസ് ക്ലിയർ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ പറയുന്ന പോലെ തന്നെ ഈ പറയുന്ന ജൂൺ മാസങ്ങളിൽ എന്തായാലും എക്സാമിനേഷൻ നടത്താനുള്ള സാധ്യത വളരെ കുറവാണ്. അങ്ങനെ പോയി കഴിഞ്ഞാൽ ഓഗസ്റ്റ് സെപ്റ്റംബറിലാണ് എക്സാമിനേഷൻ നടത്താൻ വേണ്ടി സാധ്യതയെന്ന് ആദ്യം തന്നെ പറയട്ടെ. ഓക്കെ, അതേപോലെ തന്നെ സെപ്റ്റംബർ മാസം വരെ എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. എന്നിരുന്നാലും ഓഗസ്റ്റിൽ എക്സാം നടക്കുന്ന രീതി വെച്ച് എന്ത് പഠിക്കുക. സെപ്റ്റംബറിലൊക്കെ ആവത്തുള്ളൂ, സെപ്റ്റംബറൊക്കെ ആവത്തില്ല, എക്സാമിനേഷൻ ആവാൻ സെപ്റ്റംബർ ആവും. എന്നിരുന്നാലും ഓഗസ്റ്റിലൊക്കെ എക്സാമിനേഷൻ നടക്കും എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ എന്ത് ചെയ്യുക, പഠിച്ചു പോവുക. വളരെ പെട്ടെന്ന് തന്നെ സിലബസിലെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുക, ക്ലിയർ ചെയ്ത് പോവുക. നിങ്ങളെ കൊണ്ട് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. വളരെ എഫക്റ്റീവായിട്ട് പഠനം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുക. എന്തെങ്കിലും സംശയങ്ങളും മറ്റു കാര്യങ്ങളും ഉണ്ടെങ്കിൽ താഴെ കമന്റ് ആയിട്ട് എന്ത് ചെയ്യാം, അറിയിക്കുക. ഓക്കെ, മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ, താങ്ക് യു.